കണിക്കൊന്ന. വിഷുക്കാലം വന്നാൽ വിഷുക്കൊന്ന പൂക്കും, വിഷുക്കൊന്ന പൂത്ത ചരിത്രം ചൊല്ലാം. ശ്രീരാമദേവൻ ബാലിയെ കൊന്നത് ശ്രീപാദമുള്ള മരച്ചുവട്ടിൽ. എല്ലാരും ചൊല്ലി വരുന്നു, എവിടെയും കാണാം കൊന്ന മരം. കൊന്ന മരമപ്പോൾ വിഷ്ണു ഭഗവാനെ കൈനീട്ടി സങ്കടം ബോധിപ്പിച്ചു. അവതാരലീലകൾ വീണ്ടും ഞാൻ ഞാടാലോ, അളവറ്റ സ്നേഹം തിരിച്ചു തരാം. ഒരു ദിനം ഉണ്ണിക്കു ഭഗവാനെ കാണുവാൻ ഒത്തിരി ആഗ്രഹമുണ്ടായല്ലോ. ഉണ്ണിയുടെ വീട്ടിൽ കളിക്കാൻ വരുന്നൊരു കണ്ണനായി മാറിയല്ലോ ഭഗവാൻ. ഒരു ഭക്തൻ കാണിക്കയായി സമർപ്പിച്ച കിങ്ങിണിയും കണ്ണൻ ചാർത്തിയിട്ടുണ്ട്. കളിയും കഴിഞ്ഞ് ചെടുതിയിൽ ഓടുമ്പോൾ കളിത്തോഴനണിയിച്ചു പൊൻകിങ്ങിണി. ഗോപാലകൃഷ്ണന്റെ തിരുനട തുറന്നപ്പോൾ കണ്ണന്റെ കിങ്ങിണി കാൺമാനില്ല. ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ ഇതെന്ന് കണ്ണീർ തുടച്ചമ്മ കേണുവല്ലോ. അപ്പോഴും ഉണ്ണി കരഞ്ഞു പറഞ്ഞുപോയി, അല്ല എൻ കണ്ണൻ തന്നതാണ്. എല്ലാരും കുറ്റം പറയുന്നതു കേട്ടു കല്ലെറിയുന്നതു പോലെറിഞ്ഞു. കണ്ണൻ തന്നെ പറഞ്ഞു കൊടുത്തോളൂ, കള്ളനായി മാറിയല്ലോ ഈ തോഴൻ. കിങ്ങിണി വീണത് കൊന്ന മരത്തിലും അന്തം വിട്ടെല്ലാരും നോക്കി നിന്നു. കഥനങ്ങളുള്ള ഈ കൊന്ന മരത്തിൽ കനക നിറത്തിൽ പൂക്കളിട്ടു. പെട്ടെന്ന് ശരീരി കേട്ടൂലോ എല്ലാരും, പാവമീ ബാലനൻ കൂട്ടുകാരൻ. സമ്മാനമായി ഞാൻ നൽകിയതാണല്ലോ സ്വർണത്താൽ തീർത്തൊരു കിങ്ങിണിയും. എല്ലാവർക്കും കണി കാണാം ഈ കണിക്കൊന്നയെ, എന്നും സമൃദ്ധിയും ഉണ്ടായിടും. വിഷുക്കാലം വന്നാൽ വിഷുക്കൊന്ന പൂക്കും, വഴിയായ വഴിയെല്ലാം സ്വർണമയം.